ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ഭൂത് ബംഗ്ല എന്ന മൂവിയാണ്. കഥയിലേക്ക് കടക്കുന്നതിന് മുമ്പ് എല്ലാവരും നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. മൂവിയുടെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് വിവാഹത്തിൽ പങ്കെടുക്കാൻ പോകുന്ന കുറച്ച് ചെറുപ്പക്കാരെയാണ്. ട്രെയിൻ ലേറ്റ് ആയത് കാരണം അവർ റെയിൽവേ സ്റ്റേഷനിൽ കണ്ട ഒരാളോട് ഇവർ പോകാനിരിക്കുന്ന മംഗൾപൂർ എന്ന് പറയുന്ന സ്ഥലത്തെ പറ്റി ചോദിക്കുന്നു. വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ വിവാഹമൊന്നും നടക്കില്ലായിരുന്നു എന്നാ കേട്ടത്. എന്തായിരുന്നു അതിന് പിന്നിലുള്ള കഥയെന്ന് ചോദിക്കുമ്പോൾ അയാൾ ആ നാടിനെ പറ്റിയുള്ള ചരിത്രം ഇവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. വർഷങ്ങൾക്ക് മുമ്പ് ഒരു വിവാഹ പാർട്ടിയാകട്ടെ ചടങ്ങുകളെല്ലാം കഴിഞ്ഞ ശേഷം ലക്നൌവിലേക്ക് പോവുകയായിരുന്നു. അവർക്ക് അവിടെ ഒന്ന് ഫ്ലൈറ്റ് കയറാനുള്ളതാണ്. എന്നാൽ പോകുന്ന വഴി മഴയും കാറ്റും കാരണം ഒരിടത്ത് വെള്ളം കയറി. ഇനിയിപ്പോൾ അവർക്ക് മംഗൾപൂർ വഴി മാത്രമേ പോകാൻ പറ്റൂ. എന്നാൽ ആ ബസ് ഡ്രൈവർ ആ നാട്ടുകാരനായിരുന്നു. വിവാഹം കഴിഞ്ഞ ആരും തന്നെ അതുവഴി പോകാറില്ല എന്നും ഏതോ ഒരു രാക്ഷസം വന്ന് നവവധുക്കളെ തട്ടിക്കൊണ്ടു പോകുമെന്ന് ആ ഗ്രാമത്തിലുള്ളവർ വിശ്വസിക്കുന്നുണ്ടെന്നും അയാൾ പറയുന്നു. എന്നാൽ ഈ വിവാഹ പാർട്ടിയാകട്ടെ ഇത്തരം കഥകളിലൊന്നും തന്നെ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നില്ല. അവര് പറയുന്നുണ്ട് തങ്ങൾക്ക് ഫ്ലൈറ്റ് മിസ്സാകും, അതുകൊണ്ട് ആ വഴി തന്നെ പോകാൻ. പക്ഷെ പോകുന്ന വഴിയിൽ ഇവരുടെ ബസ് പഞ്ചറായി. പഞ്ചർ ശരിയാക്കാൻ നേരം എല്ലാവരും ബസ്സിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. അവരവിടെ വെയിറ്റ് ചെയ്തിരിക്കുന്ന സമയത്ത് ഏതൊരു രാക്ഷസം വന്ന് ഇവരിൽ കുറെ പേരെ ആക്രമിക്കുകയും ആ നവവധുവിനെ അവിടെ നിന്നും തട്ടിക്കൊണ്ടു പോവുകയും ചെയ്തു. അതിനുശേഷം കാണിക്കുന്നത് ആ നാട്ടിലെ ദുഷ്യന്താചാര്യ എന്ന് പറയുന്ന ഒരാൾ മരിക്കുകയും അയാളുടെ മരണാന്തര ചടങ്ങുകൾ നടക്കുകയും ചെയ്യുന്നതാണ്. അയാൾക്ക് എന്തോ രോഗം ബാധിച്ചതാണെന്നും 41 ദിവസത്തോളം അയാൾ തന്റെ റൂമിന് പുറത്തിറങ്ങിയിട്ടില്ലായിരുന്നുവെന്നാണ് അവിടെ കൂടി നിന്നവർ പറയുന്നത്. അയാളുടെ സഹായിയായ കാളിയായിരുന്നു അയാളുടെ മരണാന്തര ചടങ്ങുകൾ നടത്തുന്നത്. കൂടാതെ അയാളുടെ കൊട്ടാരം എല്ലാം തന്നെ നോക്കുന്ന മാനേജറായിട്ടുള്ള ശാന്താറാമും ഉണ്ടായിരുന്നു. ഈ മരിച്ചുപോയ ദുഷ്യന്താചാര്യയുടെ മകനായ വാസുദേവും ഗ്രാൻഡ് ചിൽഡ്രനായ അർജുനും മീരയും താമസിക്കുന്നത് ലണ്ടനിലായിരുന്നു. മീരയാകട്ടെ താൻ സ്നേഹിക്കുന്ന രാഹുലുമായിട്ട് വിവാഹം കഴിക്കാനിരിക്കുകയാണ്. രാഹുലിന്റെ വീട്ടുകാര് തികഞ്ഞ ഈശ്വരവിശ്വാസികളായിരുന്നു. ഇവരുടെ ജാതകത്തിൽ എന്തോ കുഴപ്പമുണ്ടെന്ന് പറഞ്ഞ് ഇവർ അതിന് പല പരിഹാര കർമ്മങ്ങളും മീരയെ കൊണ്ട് ചെയ്യിക്കുന്നു. ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു നല്ല വെഡിംഗ് ഡെസ്റ്റിനേഷൻ കണ്ടുപിടിച്ച് അവിടെ വെച്ച് വിവാഹം നടത്തണമെന്നായിരുന്നു മീരയുടെയും രാഹുലിന്റെ ആഗ്രഹം. സ്ഥലമൊക്കെ നിങ്ങൾ തീരുമാനിച്ചോ, തനിക്ക് ഓസ്ട്രേലിയയിൽ ഒരു പ്രസന്റേഷന് പോകണമെന്ന് പറഞ്ഞിട്ട് മീരയുടെ അർജുന്റെ അച്ഛൻ അവിടേക്ക് പോയി. ആ സമയത്ത് ഒരു ബ്രിട്ടീഷ് ഗവൺമെന്റ് ഉദ്യോഗസ്ഥനാകട്ടെ മീരയെ അർജുനെയും കാണാൻ വരുന്നു. ഇന്ത്യയിലുള്ള അവരുടെ ഗ്രാൻഡ് ഫാദർ ദുഷ്യന്താചാര്യ മരിച്ചുവെന്നും അയാളുടെ കോടിക്കണക്കിന് സ്വത്തുക്കൾ ഇവരുടെ പേരിൽ എഴുതി വെച്ചിരിക്കുകയാണെന്നും അതിന്റെ ഡോക്യുമെന്റ്സുമായിട്ടാണ് താൻ വന്നതെന്നും അയാൾ പറയുന്നു. അപ്പോഴാണ് ശരിക്കും തങ്ങളുടെ ഗ്രാൻഡ് ഫാദറിനെ പറ്റി അർജുനും മീരയും മനസ്സിലാക്കുന്നത്. ഗ്രാൻഡ് ഫാദറിന് അവിടെ വലിയൊരു കൊട്ടാരം ഉണ്ടെന്നും ആ പേപ്പറിൽ ഉണ്ടായിരുന്നു. അതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ മീരയ്ക്കും അർജുനും ഒരു ഐഡിയ തോന്നുന്നു. മീരയുടെ വിവാഹം ആ കൊട്ടാരത്തിൽ വെച്ച് നടത്തിയാലോ എന്ന്. ഇതിനെപ്പറ്റി സംസാരിക്കാൻ അവർ അച്ഛൻ വാസുദേവിനെ കുറെ തവണ കോൾ ചെയ്തു. എന്നാൽ അയാൾ നല്ല ബിസിയായിരുന്നത് കാരണം ഇവരുടെ കോളുകൾ അയാൾ അറ്റൻഡ് ചെയ്തില്ല. മീര എത്തുന്നതിന് മുൻപ് തന്നെ മംഗൾപൂർ എന്ന് പറയുന്ന ആ നാട്ടിൽ പോയി ആ കൊട്ടാരം എല്ലാം കണ്ട് അതൊക്കെ ക്ലീൻ ആക്കിയിടാനും അവിടെ വിവാഹത്തിന്റെ ഒരുക്കങ്ങൾ തുടങ്ങാനും വേണ്ടിയിട്ട് നേരത്തെ തന്നെ അർജുൻ യാത്ര തിരിച്ചു. ട്രെയിനിൽ വെച്ച് അർജുനാകട്ടെ പ്രിയ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ പരിചയപ്പെടുന്നു. വാശേരിയിൽ നിന്ന് നടന്നു പോകുമ്പോൾ കാല് സ്ലിപ്പായി ട്രെയിനിൽ നിന്ന് പുറത്തേക്ക് വീഴാൻ തുടങ്ങി അവളെ ഹെൽപ്പ് ചെയ്തത് അർജുനായിരുന്നു. തന്റെ ജീവൻ രക്ഷിച്ചതിന് പ്രിയ അവനോട് നന്ദിയും പറഞ്ഞു. മംഗൾപൂരിലെത്തിയ അർജുനാകട്ടെ തന്റെ ഗ്രാൻഡ് ഫാദറിന്റെ മാനേജർ ശാന്താറാമിനെ കാണുന്നു. അയാൾ അർജുനെ ആ പാലസിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. എന്നാൽ അവിടെ എല്ലാം തന്നെ വൃത്തികേടായി കിടക്കുകയായിരുന്നു. ഇതെല്ലാം ക്ലീനാക്കി എടുത്തെങ്കിലേ പറ്റൂ, അതിന് കുറച്ച് കാശ് ചെലവാകും. അവിടെ തന്റെ അമ്മയുടെ അച്ഛന്റെയും ഫോട്ടോ അർജുൻ കാണുന്നുണ്ട്. മീര ജനിച്ച ശേഷം തന്റെ അമ്മ മരിച്ചുപോയെന്നാണ് അർജുൻ പറയുന്നത്. ആദ്യമായിട്ടായിരുന്നു അർജുൻ തന്റെ ഗ്രാൻഡ് ഫാദറിന്റെ ഫോട്ടോ കാണുന്നത്. ഗ്രാൻഡ് ഫാദർ കുറച്ചുകൂടി എങ്ങായിരുന്നപ്പോഴുള്ള ഫോട്ടോയും ഉണ്ട്. അയാൾ മരിക്കുന്നതിന് മുൻപ് എങ്ങനെയിരുന്നോ ആ രൂപത്തിലുള്ള ഫോട്ടോയും അവിടെ ഉണ്ടായിരുന്നു. അവിടെ ഒരു പൂജാമുറി ഉണ്ടായിരുന്നു. എന്നാൽ അത് പുറത്തുനിന്ന് ലോക്ക് ചെയ്തിരിക്കുകയാണ്. അതിന്റെ താക്കോൽ എവിടെയെന്ന് ആർക്കും അറിയില്ല. മരിക്കുന്നതിന് മുമ്പ് വരെയും ഇവരുടെ ഗ്രാൻഡ് ഫാദർ ആ റൂം തുറന്ന് അതിലെന്തൊക്കെയോ പൂജ ചെയ്തിട്ട് അതുപോലെ തന്നെ പൂട്ടിയിട്ട് തിരിച്ചു പോകും. അയാൾ ഈ പാലസിലായിരുന്നില്ല താമസിച്ചിരുന്നത്. പുറത്ത് അയാൾക്കൊരു വീടുണ്ടായിരുന്നു. അവിടെയായിരുന്നു രാത്രികാലങ്ങളിൽ അയാൾ നിന്നിരുന്നത്. ഇവിടെ ആരും രാത്രിയിൽ താമസിക്കാറില്ല. ഇവിടെ ഒരു രാക്ഷസനുണ്ടെന്ന് എല്ലാവരും പറയുന്നത്. അതൊക്കെ കേട്ട് അർജുൻ ചിരിക്കുകയാണ് ചെയ്യുന്നത്. പലപ്പോഴായിട്ട് ഇവിടെ ജോലിക്ക് വന്നിട്ടുള്ള പലരും രാത്രിയിൽ സ്റ്റേ ചെയ്യുകയും പിറ്റേന്നവരെ കാണാതാവുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇതൊന്നും കേട്ടിട്ടും പേടിക്കാതെ അർജുൻ അന്ന് രാത്രി അവിടെ തന്നെ സ്പെൻഡ് ചെയ്യുന്നു. പക്ഷെ ലൈറ്റുകൾ അണച്ചിട്ട് അർജുൻ പോകുന്ന സമയത്ത് ആ ഇരുട്ടില് ആരോ അവിടെ നിൽപ്പുണ്ടായിരുന്നു. വവ്വാലിന്റെ ചിറകുള്ള ഒരു മനുഷ്യൻ. വെളിച്ചത്തിലേക്ക് അത് വരാറുണ്ടായിരുന്നില്ല. പിറ്റേന്ന് രാവിലെ അർജുൻ ആൾക്കാരുടെ ബഹളം കേട്ടിട്ടാണ് ഉണരുന്നത്. എല്ലാവരും വിചാരിച്ചത് അർജുൻ മരിച്ചുപോയെന്നാണ്. എന്നാൽ അർജുൻ പറയുന്നുണ്ട് തനിക്കൊരു കുഴപ്പമില്ലാന്ന്. ആദ്യമായിട്ടായിരുന്നു ഒരു രാത്രിയിൽ ഒരാൾ ഇവിടെ സ്പെൻഡ് ചെയ്തിട്ട് ജീവനോട് തിരിച്ചു വരുന്നത്. ശാന്താറാം അർജുനോട് പറയുന്നുണ്ട് വധുസുർ എന്ന് പറയുന്ന രാക്ഷസൻ ഇപ്പോഴും ഇവിടേക്ക് ഉണ്ടെന്ന് എല്ലാവരും പറയുന്നത്. വിവാഹം കഴിഞ്ഞ ഉടനെ ആ പെൺകുട്ടികളെ അയാൾ ഇവിടെ നിന്ന് തട്ടിക്കൊണ്ടുപോകും. അങ്ങനെയാണ് എല്ലാവരും പറയുന്നത്. ഈ കഥകളൊക്കെ നിലനിൽക്കെ നിങ്ങൾ ഇവിടെ വെച്ച് നിങ്ങളുടെ സഹോദരിയുടെ വിവാഹം നടത്തേണ്ടതുണ്ടോ എന്ന് ശാന്താറാം ചോദിക്കുന്നു. എന്നാൽ അർജുൻ ഈ പഴങ്കഥകളിലൊന്നും വിശ്വസിച്ചില്ല. ഈ മംഗൾപൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ആരും തന്നെ വിവാഹം കഴിക്കാറില്ല എന്നും ഇവിടെയുള്ളവർ ഇവിടുത്തെ ഗംഗാ റിവർ ക്രോസ് ചെയ്ത് പുറത്തുപോയാണ് വിവാഹം കഴിക്കുന്നതെന്നുമാണ് ശാന്താറാം പറയുന്നത്. ഗംഗാ റിവർ പവിത്രമായതുകൊണ്ട് തന്നെ വധുസുറിന് അത് കടന്നു പോകാൻ സാധിക്കില്ല. എന്നാൽ വിവാഹം ഇവിടെ വെച്ച് തന്നെ നടത്താൻ വേണ്ടി അർജുനാകട്ടെ ഒരു വെഡിംഗ് പ്ലാനറായിട്ടുള്ള ജഗദീഷിനെയും വിളിച്ചിട്ടുണ്ടായിരുന്നു. ഈ കഥകളൊക്കെ കേട്ടിട്ട് പുച്ഛിച്ചുകൊണ്ടിരുന്ന അർജുനോട് ശാന്താറാം പറയുന്നുണ്ട് ഇതൊക്കെ സത്യമാണ്. ഒരുപാട് നവവധുക്കളെ ആ രാക്ഷസൻ തട്ടിക്കൊണ്ടു പോയിട്ടുണ്ട്. ഒരുപാട് പേരെ കൊന്നൊടുക്കിയിട്ടുണ്ട്. ആരാണ് ഈ വധുസുറെന്നും അയാളുടെ കഥ എന്താണെന്നും ശാന്താറാം പറയുന്നു. പണ്ടുകാലത്ത് ഒരു അസുരകന്യകയും ദേവപുത്രനും പ്രണയത്തിലായി. അസുരകന്യ
അസുരകന്യക പ്രഗ്നന്റ് ആയി. എന്നാൽ ദേവന്മാരും അസുരന്മാരും ആ ജനിക്കാത്ത കുഞ്ഞിനെ നിരസിച്ചു. കലിയുഗത്തിന്റെ ആദ്യ ദിനത്തിൽ അസുരകന്യക കുഞ്ഞിന് ജന്മം നൽകിയതിനു ശേഷം ദേവന്മാർ അമ്മയും കുഞ്ഞിനെയും ആക്രമിക്കാൻ ശ്രമിച്ചു. പരിക്കേറ്റ അമ്മയാകട്ടെ ഇരുട്ടിന്റെ ലോകത്തേക്ക് ഓടിപ്പോവുകയും ചെയ്തു. മരണപ്പെടുന്നതിനു മുമ്പ് ഇരുട്ടിന്റെ രാജാവായ അന്ധകർത്താവിന്റെ കാൽക്കൽ കുഞ്ഞിനെ സമർപ്പിച്ച ശേഷമാണ് ആ അമ്മ മരിച്ചത്. ലോകത്തിന്റെ വെളിച്ചത്തിൽ നിന്ന് കുഞ്ഞിനെ സംരക്ഷിക്കാൻ അന്ധകാരത്തിന്റെ രാജാവ് അവനെ വവ്വാലുകളുടെ സൈന്യത്തോടൊപ്പം മംഗൾവനത്തിന്റെ ആഴങ്ങളിൽ ഒളിപ്പിച്ചു. അങ്ങനെ ആ കുഞ്ഞ് സൂര്യപ്രകാശത്തിൽ നിന്നും മനുഷ്യരിൽ നിന്നും അകന്ന് ഒറ്റപ്പെട്ട് വളർന്നു വന്നു. പിന്നീട് അവൻ ശിവനെ കഠിനമായി തപസ് ചെയ്യുകയും അമരത്വം എന്ന വരം നേടിയെടുക്കുകയും ചെയ്തു. അവനെ കൊല്ലണമെങ്കിൽ അവന്റെ സ്വന്തം കൈകൊണ്ട് അവൻ മരിക്കണം, അല്ലെങ്കിൽ അവന്റെ ശരീരത്തിന്റെ ഒരു ഭാഗം കൊണ്ട് മാത്രമേ അവൻ മരിക്കുകയുള്ളൂ എന്നൊരു നിബന്ധനയും കൂടി ശിവൻ വച്ചിരുന്നു. ഈ വരം ലഭിച്ചതോടുകൂടി അവൻ പ്രപഞ്ചത്തിലെ ഏറ്റവും ശക്തനായി മാറി. ഒരു അമാവാസി രാത്രിയിൽ ദേവന്മാർക്കെതിരെ അവൻ യുദ്ധം പ്രഖ്യാപിച്ചു. ഇരുട്ടിൽ അവനെ തോൽപ്പിക്കാൻ കഴിയില്ലെന്ന് മനസ്സിലാക്കിയ ദേവന്മാരാകട്ടെ വിഷ്ണു ഭഗവാന്റെ സഹായം തേടി. വിഷ്ണു ഭഗവാൻ മിന്നലിന്റെയും ഇടിയുടെയും ശക്തിയുള്ള ഒരു പവിത്രമായ വൃക്ഷ അപ്സരസിനെ സൃഷ്ടിക്കുകയും ഈ രാക്ഷസനോട് യുദ്ധം ചെയ്യാൻ അയക്കുകയും ചെയ്തു. അത്രയും സുന്ദരിയായ ഒരു കന്യകയെ കണ്ടപ്പോൾ ഈ വധുസരനാകട്ടെ അവളുമായി പ്രണയത്തിലായി. എന്നാൽ തന്നെ വിവാഹം കഴിച്ചാൽ മാത്രമേ കൂടെ വരൂ എന്ന് അവൾ നിബന്ധന വെച്ചു. അവൻ അതിന് ഉടൻ സമ്മതിക്കുകയും ചെയ്തു. പക്ഷേ വിവാഹ ചടങ്ങുകൾക്കിടയിൽ പൂമാലയ്ക്കുള്ളിൽ ഒളിപ്പിച്ചു വെച്ചിരുന്ന ഒരു മന്ത്രവാൾ കൊണ്ട് ആ അപ്സരസ് അവന്റെ കഴുത്തിൽ കുത്തി അവനെ വഞ്ചിച്ചു. നിസ്സഹായനായ വധുസരൻ നിലംപതിക്കുകയും ഭൂമിയുടെ ആഴങ്ങളിലേക്ക് താഴ്ന്നു പോവുകയും ചെയ്തു. എന്നാൽ ആഭിചാരക്രിയകൾ നടത്തുന്ന ഗോത്രവർഗക്കാർ അവനെ ആരാധിക്കാനും അവനെ പുനരുജ്ജീവിപ്പിക്കാനുമായി ആ സ്ഥലത്തിനു മുകളിൽ ഒരു ക്ഷേത്രം പണിതു. അവൻ തിരിച്ചു വരുന്നത് തടയാൻ ആ അപ്സരസ് ക്ഷേത്രത്തിന് സമീപം ഒരു വലിയ പവിത്ര വൃക്ഷമായി മാറുകയും തന്റെ കൈകൾ ദിവ്യമായ മിന്നൽ ശക്തിയോടെ ഭൂമിക്കടിയിലേക്ക് ഇറക്കി വെക്കുകയും ചെയ്തു. അവന്റെ ശരീരം നശിച്ചെങ്കിലും വധുസരന്റെ അമരമായ ആത്മാവ് അതിജീവിച്ചു. ഒരു പുതുമണവാട്ടിയാൽ വഞ്ചിക്കപ്പെട്ടതിലുള്ള ക്രോധത്താൽ അവൻ ആദ്യരാത്രിക്ക് മുമ്പ് യുവതികളെയും പുതുമണവാട്ടികളെയും തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്താൻ തുടങ്ങി. അങ്ങനെ അവന് വധുസരൻ എന്ന ഭയാനകമായ പേര് ലഭിച്ചു. ഇതായിരുന്നു വധുസരന്റെ കഥ. എന്നാൽ അർജുൻ ഈ കഥയൊന്നും വിശ്വസിക്കാൻ കൂട്ടാക്കിയില്ല. അതേസമയം പ്രിയയാകട്ടെ ആ സ്ഥലത്തുള്ള പോലീസ് സ്റ്റേഷനിൽ വന്ന് തന്റെ സഹോദരിയെ പറ്റി അന്വേഷിക്കുന്നു. അവൾ ഇതേ നാട്ടിൽ നിന്ന് വിവാഹം കഴിഞ്ഞിട്ട് ഇവിടെ നിന്നും പുറത്തേക്ക് പോകാൻ ശ്രമിച്ചതാണ്. പക്ഷെ അവളെക്കുറിച്ചോ അവളുടെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാരെ കുറിച്ചോ ഒരു വിവരമില്ലെന്നാണ് പ്രിയ ഇവരോട് പറയുന്നത്. ഈ നാടിനെ പറ്റി ചില കഥകൾ പ്രിയയും കേട്ടിട്ടുണ്ടായിരുന്നു. ആ കൊട്ടാരത്തില് അന്ന് രാത്രി ജഗദീഷും അർജുനും താമസിക്കുന്നുണ്ടായിരുന്നു. ജഗദീഷ് വവ്വാലു പോലെ വലിയൊരു രൂപത്തെ ജനലിന്റെ ഭാഗത്തായിട്ട് കാണുന്നുണ്ട്. എന്താണെന്ന് നോക്കാൻ പുറത്തേക്കിറങ്ങിയ അയാൾ കാണുന്നത് അയാളുടെ നെഫ്യൂ ആയിട്ടുള്ള സുന്ദർ അവിടേക്ക് വരുന്നു. പാലസിന്റെ ഇലക്ട്രിക്കൽ വർക്കുകൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ജഗദീഷ് സുന്ദറിനെ അവിടേക്ക് വിളിച്ചു വരുത്തിയത്. എന്നാൽ സുന്ദറിനെ എപ്പോഴും അർജുൻ അകട്ട് തെറ്റിദ്ധരിക്കുന്നുണ്ട്. സുന്ദർ അവിടുത്തെ സ്ത്രീകളെ വളയ്ക്കാൻ ശ്രമിക്കുകയാണെന്നും അനാവശ്യമായിട്ട് സ്ത്രീകളെ ഒളിഞ്ഞു നോക്കുന്നുണ്ടെന്നും പറഞ്ഞ് സുന്ദർ അവിടുത്തെ ജനറേറ്റർ ശരിയാക്കുന്നതിനിടയിൽ അവിടെ വലിയൊരു ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാകുന്നു. തീയും പുകയൊക്കെ വരുന്ന കണ്ടിട്ട് മെയിൻ ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓടിപ്പോയതായിരുന്നു അർജുൻ. എന്നാൽ അർജുൻ ഷോക്ക് അടിച്ച് ബോധരഹിതനായി വീഴുന്നു. അവനെ CPR കൊടുത്ത് രക്ഷിക്കുന്നത് പ്രിയയായിരുന്നു. നീ എങ്ങനെ ഇവിടെ വന്നു എന്ന് അർജുൻ ചോദിക്കുമ്പോൾ പ്രിയ പറയുന്നുണ്ട് താൻ ഇതുവഴി പാസ് ചെയ്തു പോകുമ്പോൾ ഇവിടെ നിന്ന് വലിയ ബഹളം കേട്ടു അങ്ങനെ ഓടി വന്നതാണെന്ന്. നിങ്ങൾ കുറച്ചു നേരത്തേക്ക് മരിച്ചുപോയതാണെന്നും ഞാൻ CPR തന്ന ശേഷമാണ് നിങ്ങൾക്ക് വീണ്ടും ജീവൻ വെച്ചതെന്നും പ്രിയ പറയുന്നുണ്ട്. ട്രെയിനിൽ വെച്ചിട്ട് അർജുൻ അവളുടെ ജീവനും രക്ഷിച്ചു. ഇവിടെ വെച്ച് പ്രിയ അവന്റെ ജീവനും രക്ഷിച്ചു. അതുകൊണ്ട് പ്രിയയോടും തന്റെ സഹോദരിയുടെ വിവാഹത്തിൽ പങ്കെടുക്കണമെന്ന് അർജുൻ പറഞ്ഞു. താൻ ഒരു റൈറ്റർ ആണെന്നും ഇവിടുത്തെ അമ്പലങ്ങളെ പറ്റിയും ചരിത്ര കഥകളെ പറ്റിയൊക്കെ ഒരു ബുക്ക് എഴുതുന്നുണ്ട്, അതിന് വന്നതാണെന്നും കുറച്ചുകൂടി സ്ഥലം വിസിറ്റ് ചെയ്യാനുണ്ട്, അവിടേക്ക് പോയിട്ട് വിവാഹമാകുമ്പോഴേക്കും താൻ തിരിച്ചു വരാമെന്ന് പറഞ്ഞിട്ടാണ് പ്രിയ അവിടെ നിന്ന് പോകുന്നത്. അന്ന് രാത്രി ഉറങ്ങിക്കിടന്ന സുന്ദറിന്റെ അടുത്തേക്ക് ആ വവ്വാൽ രൂപി വരുന്നുണ്ട്. പലതവണ സുന്ദറിനെ അത് പേടിപ്പിക്കുന്നു. സുന്ദർ ലൈറ്റ് ഇടുമ്പോൾ ആ രൂപ അവിടെ നിന്ന് പോകും. ഇരുട്ടത്ത് മാത്രമാണ് അതിനെ കാണാൻ സാധിക്കുന്നത്. എന്നാൽ രാത്രിയിൽ ലൈറ്റ് വിട്ട് പാട്ടുവിട്ടിരിക്കുന്ന സുന്ദറിനെ ജഗദീഷും അർജുനും വഴക്ക് പറയുന്നുണ്ട്. സുന്ദർ വീണ്ടും ലൈറ്റ് അണിച്ചിട്ട് ഉറങ്ങാൻ ശ്രമിച്ചു. പക്ഷേ ആ വവ്വാൽ രൂപി സുന്ദറിന്റെ മുകളിലേക്ക് വന്ന് വീഴുകയും സുന്ദറിനെ അത് വശീകരിക്കുകയും ചെയ്തു. അർജുന്റെ ഗ്രാൻഡ് ഫാദർ ദുഷ്യന്താചാര്യ ഈ പാലസിലല്ല താമസിച്ചിരുന്നതെന്ന് പറഞ്ഞിരുന്നില്ലേ? അയാൾ തന്റെ സഹായി കാളിയുടെ കൂടെ മറ്റൊരു വീട്ടിലായിരുന്നു താമസിച്ചിരുന്നത്. അവിടേക്ക് ശാന്താറാം അർജുനെ കൂട്ടിക്കൊണ്ടു പോകുന്നു. നിന്റെ ഗ്രാൻഡ് ഫാദർ പാലസിന്റെ ഒറിജിനൽ പേപ്പേഴ്സ് എല്ലാം നിന്റെ കയ്യിൽ തരാൻ പറഞ്ഞിരുന്നു എന്ന് പറഞ്ഞിട്ട് ആ പേപ്പേഴ്സ് എല്ലാം തന്നെ അർജുന് കൊടുക്കുന്നു. ദുഷ്യന്താചാര്യ അവസാനമായി താമസിച്ചിരുന്ന ഈ വീടും പറമ്പും എല്ലാം തന്നെ നോക്കിയ കാളിക്ക് വേണ്ടി എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അതിനുള്ളിലേക്ക് കയറാൻ അർജുനെ അയാൾ സമ്മതിച്ചില്ല. ആ പൂജാറൂമിന്റെ താക്കോലിനെ പറ്റി ചോദിച്ചപ്പോഴും തനിക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞിട്ട് അയാൾ കയറിപ്പോയി. ജഗദീഷിന്റെ ആൾക്കാര് പാലസിൽ ക്ലീനിംഗ് എല്ലാം ചെയ്യുകയായിരുന്നു. അതിനിടയ്ക്ക് കുറച്ച് ആൾക്കാർ അവിടെ ചീട്ട് കളിച്ചിരിക്കുന്നതും ഒരാൾ അവിടെ ഇരുന്ന് ഉറങ്ങുന്നതും ഒക്കെ അർജുൻ കാണുന്നുണ്ടായിരുന്നു. അവരെ പറ്റി ജഗദീഷിനോട് അർജുൻ കുറ്റം പറയുന്നു. എന്നാൽ അങ്ങനെ ഒരു ആൾക്കാരെ അവിടെ ജഗദീഷ് കാണുന്നില്ല. അർജുൻ മാത്രമേ അവരെ കാണുന്നുണ്ടായിരുന്നുള്ളൂ. ആ വവ്വാൽ രൂപയുടെ വശീകരണത്തിൽ പെട്ടുകിടക്കുന്ന സുന്ദറാകട്ടെ കൃഷ്ണന്റെ വിഗ്രഹം കാണുമ്പോൾ അതിന്റെ അടുത്തേക്ക് പോകുന്നില്ല. ആ സ്ഥലത്ത് റേഞ്ച് ഇല്ലാത്തത് കാരണം ഫോൺ വിളിക്കാനും മറ്റും അർജുൻ പുറത്തായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പുറത്തേക്ക് പോയ സമയത്ത് അവിടെ വെച്ച് അവൻ പ്രിയയെ വീണ്ടും കാണുന്നു. നീ എന്നെ എങ്ങനെ കണ്ടു എന്ന് പ്രിയ അവനോട് ചോദിക്കുന്നു. ദൂരെ നിന്നപ്പോഴേ ഞാൻ നിന്നെ കണ്ടിരുന്നു എന്നാണ് അവൻ പറയുന്നത്. നിന്റെ റിസർച്ച് ഒക്കെ കഴിഞ്ഞോ? വിവാഹത്തിന്റെ കാര്യം മറക്കരുത്, കറക്റ്റ് സമയത്ത് അവിടെ എത്തണമെന്ന് പറയുന്നു. ഏത് വിവാഹവും അവൾ ചോദിക്കുന്നു. ഞാൻ പറഞ്ഞതൊന്നും നിനക്ക് ഓർമ്മയില്ലേ? എന്റെ സഹോദരിയുടെ
വിവാഹത്തെപ്പറ്റി നീ മറന്നു ചോദിക്കുന്നു. താൻ മറന്നുപോയതാ, പക്ഷെ ഇവിടെയുള്ള ആൾക്കാരെല്ലാം ഇവിടെ വെച്ച് വിവാഹം നടത്തരുതെന്നല്ലേ പറയുന്നത്, നീ എന്താ വീണ്ടും ഇവിടെ വെച്ച് വിവാഹം നടത്തുന്നെന്ന് അവൾ ചോദിക്കുന്നു. അതൊക്കെ കഥകളാണെന്നാണ് അർജുൻ പറയുന്നത്. താൻ വധുസറിന്റെ അമ്പലത്തെ പറ്റിയും ആ അപ്സരസിന്റെ വൃക്ഷത്തെ പറ്റിയൊക്കെ ചോദിച്ചിരുന്നു, പക്ഷെ ആർക്കും തന്നെ അതിനെപ്പറ്റി ഒന്നും അറിയില്ല എന്ന് പ്രിയ പറയുന്നു. ഇവിടെ ഉള്ളവർക്ക് പോലും അതിനെപ്പറ്റി ഒന്നും അറിയാത്ത സ്ഥിതിക്ക് അതൊക്കെ വെറും കെട്ടുകഥകളായിരിക്കുമെന്ന് അർജുൻ പ്രിയയോട് പറയും. കുറച്ചു കഴിഞ്ഞപ്പോഴേക്കും ജഗദീഷ് വന്ന് അർജുനെ വിളിക്കുകയും അർജുൻ അയാളുടെ കൂടെ പോവുകയും ചെയ്തു. അന്ന് രാത്രിയിൽ ജഗദീഷ് നോക്കുമ്പോൾ ഈ സുന്ദരാകട്ടെ അർദ്ധരാത്രിയിൽ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് പുറത്തേക്ക് പോകുന്ന കാണുന്നുണ്ട്. ഇവ മിക്കവാറും ഏതെങ്കിലും സ്ത്രീകളുടെ റൂമിലേക്ക് പോവുകയായിരിക്കും എന്ന് പറഞ്ഞിട്ട് അർജുനാകട്ടെ ജഗദീഷിനെയും കൂട്ടി അവന്റെ പിന്നാലെ പോകുന്നു. എന്നാൽ സുന്ദർ നേരെ പോകുന്നത് കാടിനുള്ളിലേക്കായിരുന്നു. പോകുന്ന വഴിയിൽ ഒരാൾ ഇരിക്കുന്ന കണ്ടിട്ട് അർജുൻ അയാളോട് സംസാരിക്കുന്നു. എന്നാൽ അയാളെ അർജുൻ മാത്രമേ കാണുന്നുണ്ടായിരുന്നുള്ളൂ. ജഗദീഷിന് അയാളെ കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. ഒറ്റയ്ക്ക് നിന്ന് സംസാരിക്കാതെ ഇങ്ങോട്ട് വാന്ന് പറഞ്ഞിട്ട് ജഗദീഷ് അർജുനെ വിളിച്ചു. സുന്ദറിന്റെ പുറകെ പോകുന്നത് കാരണം താൻ കാണുന്ന ആൾക്കാരൊക്കെ റിയൽ ആണോ ഇല്ലയോ എന്നൊന്നും അർജുൻ ശ്രദ്ധിക്കുന്നേ ഉണ്ടായിരുന്നില്ല. ഒരു ഏരിയയിലെത്തപ്പോൾ സുന്ദർ ഒരു ഭാഗത്തേക്ക് നോക്കി തന്നെ നിൽക്കുകയായിരുന്നു. നീ എന്തായി നോക്കുന്നതെന്ന് അർജുൻ ചോദിച്ചതും സുന്ദർ പറയുന്നുണ്ട്, അതാണ് വധുസറിന്റെ അമ്പലത്തിന്റെ മുകൾ വശമെന്ന്. ആ അപ്സരത്തിന്റെ വൃക്ഷം ആ കാണുന്നതാണ്. ആൾക്കാർ പറഞ്ഞ കഥകളെ വിശ്വസിപ്പിക്കുന്ന രീതിയിൽ തന്നെയായിരുന്നു ആ അമ്പലത്തിന്റെ മുകൾ ഭാഗവും ആ വൃക്ഷവും ഉണ്ടായിരുന്നത്. എന്നാൽ പെട്ടെന്ന് അവിടേക്ക് ഒരു വവ്വാലിന്റെ കൂട്ടം തന്നെ വരുന്നു. സുന്ദരൻ അപ്പോഴാണ് തന്റെ ബോധം തിരിച്ചു കിട്ടുന്നത്. താൻ എങ്ങനെ കാട്ടിൽ വന്നു എന്ന് സുന്ദർ ചോദിക്കുന്നു. വവ്വാല് വരുന്നുണ്ട്, ഓടിക്കുമെന്ന് പറഞ്ഞിട്ട് അർജുൻ അവരെയും കൂട്ടി പാലസിലേക്ക് ഓടുന്നു. താൻ ഉറങ്ങാൻ കിടന്നത് മാത്രമേ സുന്ദറിന് ഓർമ്മയുണ്ടായിരുന്നുള്ളൂ. പിന്നെ നടന്നതൊന്നും തനിക്ക് ഓർമ്മയില്ലാന്നാണ് സുന്ദർ പറയുന്നത്. ഇതെല്ലാം കേട്ടിട്ട് ശാന്താറാം പറയുന്നത് ഇതെല്ലാം വധുസുന്ദരന്റെ പണിയാണെന്നും ഓരോരുത്തരെയായിട്ട് അവൻ കൊണ്ടുപോകുമെന്നും. പിറ്റേന്ന് പുറത്തേക്ക് പോയ സമയത്ത് അവൻ വീണ്ടും പ്രിയയെ കാണുന്നുണ്ട്. നീ അന്വേഷിച്ചുകൊണ്ടിരുന്ന വധുസറിന്റെ അമ്പലവും ആ അപ്സരത്തിന്റെ വൃക്ഷമൊക്കെ താൻ കണ്ടുവെന്നും അതൊക്കെ കാണിച്ചു തരാമെന്നും പറഞ്ഞിട്ട് ആ കാടിനുള്ളിലേക്ക് അവൻ അവളെയും കൊണ്ടുപോകുന്നു. അവിടുത്തെ വള്ളിപ്പടർപ്പുകളിൽ അവർ ഊഞ്ഞാലാടുകയും അതെല്ലാം തന്റെ ചെറിയ ക്യാമറയിൽ അർജുൻ ചിത്രീകരിക്കുകയും ചെയ്യുന്നുണ്ട്. അവിടെയുള്ള വൃക്ഷത്തിന്റെ ഇടയിലൂടെ ഉള്ളിലേക്ക് കടക്കാൻ ഒരു വഴിയുണ്ടെന്ന് പ്രിയ അവനോട് പറയുന്നു. ആ വഴി നോക്കാൻ വേണ്ടിയിട്ട് അവർ രണ്ടുപേരും വൃക്ഷത്തിന്റെ വേരിനിടയിലേക്ക് പോവുകയായിരുന്നു. എന്നാൽ ഉള്ളിൽ നിന്നും ഒരുപാട് വവ്വാലുകൾ പുറത്തേക്കിറങ്ങി. അതവിടെ കൂട്ടമായി വട്ടമിട്ട് പറക്കാൻ ആരംഭിച്ചു. അവിടെയെല്ലാം ഇരുട്ട് വ്യാപിക്കാൻ തുടങ്ങി. ഉള്ളിൽ എന്തുകൊണ്ടെന്ന് അവൾ പറയുന്നു. ആൾക്കാർ പറഞ്ഞ കഥ സത്യമാണെങ്കിൽ നമ്മൾ വെളിച്ചമുള്ള സ്ഥലത്തേക്ക് പോകണം, അല്ലെങ്കിൽ ആ രാക്ഷസൻ നമ്മളെ പിടിക്കും. അങ്ങനെ അവർ രണ്ടുപേരും അവിടെ നിന്നും ഓടി രക്ഷപ്പെടുന്നു. ആ സമയം ഒരു രാക്ഷസൻ ആ വേരുകൾക്കിടയിൽ നിന്നും പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു. പാതി മനുഷ്യനും പാതി വവ്വാലുമായിരുന്നു അയാൾ. കല്യാണത്തിന്റെ ഒരുക്കങ്ങൾ അർജുൻ നടത്തിക്കൊണ്ടിരിക്കെ അവന്റെ അച്ഛന്റെ കോള് വരുന്നുണ്ട്. നീ എന്തിനാണ് ആ നാട്ടിലേക്ക് പോയതെന്ന് ചോദിച്ച്. അച്ഛനെ വിളിച്ചിട്ട് ഫോൺ എടുക്കാത്തത് കാരണമാണ് കൂടുതൽ നിന്ന് ചിന്തിക്കാതെ താൻ ഇവിടേക്ക് വന്നതെന്ന് പറയുന്നു. ശാപം പിടിച്ച നാടാണത്, അവിടെ കല്യാണം നടത്തണോ വേണ്ടിയോന്ന് നീ ഞാൻ പറയുന്ന ഗുരുജിയോട് പോയി സംസാരിച്ച ശേഷം തീരുമാനിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് ഒരു ഗുരുജിയെ പോയി കാണാൻ അർജുനോട് അയാൾ പറയുന്നു. അർജുൻ ഗുരുജിയെ കാണുമ്പോൾ വധുസുധറിനെ കുറിച്ചുള്ള കുറച്ചുകൂടി കാര്യങ്ങൾ അയാൾ അർജുന് പറഞ്ഞു കൊടുക്കുന്നു. വധുസുധർ എന്ന് പറയുന്നത് വെറൊരു കഥ മാത്രമല്ല, വനങ്ങളിൽ ജീവിക്കുന്ന ഒരു സമൂഹം 13 വധുക്കളെ ബലി കൊടുത്ത് വധുസുധറിനെ വീണ്ടും കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. ആ പെൺകുട്ടികളുടെ രക്തം കൊണ്ടാണ് വധുസുധറിനെ പുനർജീവിപ്പിക്കാൻ ഇവർ ശ്രമിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ഇതിനെ എതിർക്കാൻ വേണ്ടിയിട്ട് അക്കാലത്തുണ്ടായിരുന്ന പൃഥ്വിരാജ് എന്ന് പറയുന്ന രാജാവ് അർജുന്റെ പൂർവികരായിട്ടുള്ള ആചാര്യന്മാരുടെ സഹായമാണ് തേടിയത്. അർജുന്റെ ഗ്രാൻഡ് ഫാദർ എല്ലാം തന്നെ താന്ത്രിക് കുടുംബമായിരുന്നു. അങ്ങനെ അർജുന്റെ മുൻതലമുറയിൽ ഉണ്ടായിരുന്ന ആൾക്കാര് തങ്ങളുടെ താന്ത്രിക് ശക്തി ഉപയോഗിച്ച് ആ വനത്തിൽ ജീവിക്കുന്ന ആൾക്കാരെ തടുത്തു. അവർക്ക് വധുസുധറിനെ വീണ്ടും ജീവിപ്പിച്ചു കൊണ്ടുവരാൻ സാധിച്ചില്ല. അതൊക്കെ കുറെ കാലങ്ങൾക്ക് മുമ്പ് നടന്നതാണ്. ഇപ്പോൾ ഇവിടെ വിവാഹം നടക്കുന്നതിൽ പ്രശ്നമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് വിവാഹത്തിന്റെ ഒരുക്കങ്ങൾ നടന്നോട്ടെ എന്നാണ് ഗുരുജി പറയുന്നത്. അവിടെ വിവാഹത്തിന് പൂർണ്ണമായിട്ടും യോഗ്യമാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് തന്റെ ഒരു ശിഷ്യനെ അവിടെയെല്ലാം പരിശോധിക്കാൻ വേണ്ടി അയക്കാമെന്ന് പറഞ്ഞിട്ട് ഒരാളെ കൂടി അർജുന്റെ കൂടെ ഈ ഗുരുജി അയക്കുന്നു. ആ ശിഷ്യൻ അവിടെ എത്തി ആ പാലസിന്റെ 4 മൂലയിൽ നിന്നുള്ള മണ്ണെടുത്തുകൊണ്ടുവരാൻ അവിടുത്തെ ജോലിക്കാരിയോട് പറഞ്ഞു. അയാൾ തന്റെ ഉപകരണം ഉപയോഗിച്ച് അവിടെയെല്ലാം പരിശോധിക്കുമ്പോൾ ഒരു ഏരിയയിലേക്ക് ആ ഉപകരണം തിരിയുന്നുണ്ട്. അതാ പൂജാ റൂം ആയിരുന്നു. പൂജാ റൂമിന്റെ ഉള്ളിൽ എന്താണെന്ന് നോക്കാൻ ശ്രമിച്ച അയാളെ എന്തോ ഒരു ശക്തി ദൂരേക്ക് വലിച്ചെറിയുന്നു. അതോടുകൂടി അയാൾ പേടിച്ചു. ഇവിടെ എന്തൊക്കെയോ ദുഷ്ടശക്തി ഉണ്ടെന്നും എനിക്കിപ്പോ തന്നെ ഗുരുജിയെ ഈ വിവരം അറിയിക്കണമെന്നും ഒരു രാത്രി പോലും ഇവിടെ നിൽക്കാൻ പറ്റില്ല, ഇരുട്ട് വീഴുന്നതിന് മുമ്പ് എന്നെ റെയിൽവേ സ്റ്റേഷനിലാക്കണമെന്ന് പറഞ്ഞിട്ട് അർജുനെയും കൂട്ടി അയാൾ അവിടെ നിന്നും പുറപ്പെട്ടു. എന്നാൽ വഴിയിൽ ആ രാക്ഷസന്റെ ശക്തിയാൽ ഇരുട്ട് വ്യാപിച്ചു. വലിയ രീതിയിൽ മഴ പെയ്യാൻ ആരംഭിച്ചു. അവരുടെ വണ്ടിയും ബ്രേക്ക് ഡൌൺ ആയി. അവർക്ക് രക്ഷപ്പെടാൻ ഒരു മാർഗമേ ഉണ്ടായിരുന്നുള്ളൂ, അടുത്തുള്ള അമ്പലത്തിലേക്ക് ഓടിക്കയറുക. അർജുൻ എങ്ങനെയൊക്കെയോ അവിടെ കോടിക്കയറി. എന്നാൽ ആ ശിഷ്യൻ അവിടെ കോടിക്കയറുന്നതിന് മുമ്പ് കാറ്റത്ത് പറന്നു വന്ന ഒരു തകര ഷീറ്റ് അയാളുടെ കഴുത്തറുത്തുകൊണ്ട് താഴേക്ക് പതിച്ചു. അർജുന്റെ കൺമുന്നിൽ വെച്ച് ആ ശിഷ്യൻ മരിച്ചതോടുകൂടി ഈ പറയുന്ന കഥകളിലും ഈ സംഭവങ്ങളിലും ഒക്കെ യാഥാർത്ഥ്യമുണ്ടെന്ന് അർജുന് മനസ്സിലായി. വലിയ പേമാരിയിലും കാറ്റിലും ഉണ്ടായ ഒരു അപകട മരണമായിട്ടാണ് ആ ശിഷ്യന്റെ മരണം പോലീസ് രേഖപ്പെടുത്തിയത്. അന്ന് രാത്രി വീട്ടിലേക്ക് തിരിച്ചെത്തിയ അർജുനെ ആ വവ്വാൽ രൂപി ആക്രമിക്കുന്നു. അവൻ എപ്പോഴേക്ക് ഇരുട്ടത്തേക്ക് കടക്കുന്നുണ്ടോ അതവനെ ആക്രമിക്കാൻ ശ്രമിച്ചു. ഓരോ വെളിച്ചത്തിലേക്കും അർജുൻ ഓടിയെടുത്തെങ്കിലും ആ വെളിച്ചമെല്ലാം തന്നെ പതി അണയാൻ തുടങ്ങി. ആ വവ്വാൽ രൂപയുടെ നഖം കൊണ്ട് അർജുന്റെ മുതുക് മുറിഞ്ഞിട്ടുണ്ടായിരുന്നു. എങ്ങനെയൊക്കെ തന്റെ കാറിനകത്തേക്ക് ഓടിക്കയറി ലൈറ്റിട്ടിരുന്നാണ് അർജുൻ അന്ന് രാത്രി കഴിച്ചുകൂട്ടിയത്. ഇവിടെ കല്യാണം നടത്തുന്നത് അപകടമാണെന്ന് മനസ്സിലാക്കി അർജുൻ തന്റെ അച്ഛനോട് വിവരം അറിയിക്കുന്നു. മീരയും സംഘവും ഓൾറെഡി ഇവിടേക്ക് പുറപ്പെട്ടിട്ടുണ്ടായിരുന്നു. താനും വൈകുന്നേരത്തോടു കൂടി അവിടെ എത്തുമെന്ന് അർജുന്റെ അച്ഛൻ പറയും. വിവാഹം ഇവിടെ വെച്ച് നടത്താൻ പറ്റില്ലെന്നും ഇവിടെ വലിയ കൊടുങ്കാറ്റും പേമാരിയൊക്കെ പെയ്തുകൊണ്ടിരിക്കുകയാണെന്നും പറഞ്ഞ് എങ്ങനെയെങ്കിലും മീരയെ ഇവിടെ നിന്നും തിരിച്ചു പറഞ്ഞുവിടാൻ
കിട്ടാൻ വേണ്ടിയിട്ട് അർജുൻ ഫോൺ ചെയ്യുന്നു. എന്നാൽ അതിനു മുമ്പ് മീരയും സംഘവും ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അത് കാരണം അർജുന് ഇവരെ ഇവിടെ നിന്ന് പറഞ്ഞു വിടാനും വയ്യ. തൽക്കാലം വൈകുന്നേരം അച്ഛൻ എത്തിക്കഴിഞ്ഞപ്പോൾ അച്ഛനെയും കൂട്ടി ആ ഗുരുജിയെ ഒന്നുകൂടി കാണാൻ വേണ്ടിയിട്ട് അർജുൻ പോകുന്നു. മീര വിവാഹം കഴിക്കാൻ പോകുന്ന രാഹുലിന്റെ കുടുംബം പറയുന്നത് ഇവിടെ വെച്ച് വിവാഹം നടന്നില്ലെങ്കിൽ ഇനി ഒരിക്കലും വിവാഹം നടക്കില്ല എന്നാണ്. കാരണം അവരുടെ ഗുരുജി കൊടുത്തിരിക്കുന്ന ഡേറ്റ് പ്രകാരം ഉടനെ തന്നെ വിവാഹം നടക്കണം, അതും രാത്രിയിൽ തന്നെ നടക്കണം. അതായിരുന്നു മുഹൂർത്തം. എന്നാൽ ഇവരുടെ ഗുരുജി പറയുന്നുണ്ട് രാത്രിയിൽ വിവാഹം നടത്താത്തതാണ് നല്ലത്. നിങ്ങൾ ഉച്ചയ്ക്ക് 12 മണിക്ക് വിവാഹം നടത്തിയിട്ട് ഇരുട്ടാകുന്നതിന് മുമ്പ് ഈ നാട് വിടണം. രാത്രിയിൽ വിവാഹം നടത്താനിരുന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് മീരയെ രക്ഷിക്കാൻ പോലും സാധിക്കില്ല. വിവാഹം കഴിഞ്ഞ ഉടനെ ആ രാക്ഷസൻ മീര ഇവിടെ ഒന്ന് കൊണ്ടുപോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അവർ ഉച്ചയ്ക്ക് തന്നെ വിവാഹം നടത്താൻ പ്ലാൻ ഇടും. എന്നാൽ അർജുനും അച്ഛനും അവിടെ ഒന്നും പോയി കഴിഞ്ഞപ്പോൾ തന്റെ കവടി നിർത്തിയതിൽ നിന്നും ആ ഗുരുജിക്ക് ഒരു കാര്യം മനസ്സിലായി. 12 വധുക്കളുടെ ബലി കൊടുത്തു കഴിഞ്ഞിരിക്കുന്നു. 13ാമത്തെ ഒരു വധുവിനെ കൂടി ബലി കൊടുത്തു കഴിഞ്ഞാൽ ആ വധുസുധരന് വീണ്ടും ഈ ഭൂമിയിലേക്ക് വരാൻ സാധിക്കും. ഈ ഗുരുജിയാകട്ടെ അർജുനോടും അച്ഛനോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവരുടെ പാലസിലുള്ള ആ പൂജാ റൂം തുറന്ന് അവിടെ വീണ്ടും പൂജ ചെയ്യണമെന്ന്. അതിന്റെ താക്കോല് വാങ്ങാൻ വേണ്ടിയിട്ട് വീണ്ടും കാളിയെ കാണാൻ അർജുൻ വരുന്നു. എന്നാൽ താക്കോൽ എന്റെ കയ്യിലില്ലെന്ന് പറഞ്ഞിട്ട് കാലി ഇവനെ പുറത്താക്കാൻ ശ്രമിച്ചതും ഇപ്രാവശ്യം രണ്ടും കൽപ്പിച്ച് അർജുൻ കാലിയെ അടിക്കുന്നു. ആ സമയം അർജുനെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ഒരാൾ തോക്കുമായിട്ട് അവിടേക്ക് വരുന്നു. അയാളെ കണ്ട് അർജുനും അവന്റെ അച്ഛനും വസുദേവൻ ഞെട്ടിത്തരിച്ചിരിക്കുകയായിരുന്നു. മരിച്ചുപോയി എന്ന് പറഞ്ഞ അർജുന്റെ ഗ്രാൻഡ് ഫാദർ ആയിട്ടുള്ള ദുഷ്യന്ത് ആചാര്യായിരുന്നു അത്. അയാൾ മരിച്ചിട്ടുണ്ടായിരുന്നില്ല. അയാളുടെ മരണം കാലി ഫേക്കായിട്ട് ക്രിയേറ്റ് ചെയ്തതാണ്. അയാൾ വസുദേവനെ നോക്കി പറയുന്നുണ്ട് എന്റെ മകന്റെ ജീവൻ രക്ഷിക്കാൻ ഞാൻ ഏതറ്റം വരെയും പോകുമെന്ന്. അർജുൻ അവിടെ നടക്കുന്ന കാര്യങ്ങൾ മനസ്സിലായില്ല. അർജുന്റെ അടുത്തേക്കുന്ന അവന്റെ അച്ഛൻ വസുദേവാകട്ടെ അവന്റെ ഗ്രാൻഡ് ഫാദറിനെ ഗുരുജി എന്ന് വിളിക്കുന്നു. ഇവർ അച്ഛനും മകനും അല്ലേ എന്ന് അവൻ ചിന്തിക്കുന്നു. അപ്പോഴാണ് വസുദേവ് ആ കഥ പറയുന്നത്. നീ വിചാരിക്കുന്ന പോലെ ഞാൻ ആ ദുഷ്യന്ത് ആചാര്യയുടെ മകനല്ല, ഞാൻ അയാളുടെ ശിഷ്യൻ മാത്രമാണ്. ഇനി ആ ഫ്ലാഷ് ബാക്ക് കഥ കാണിക്കുന്നുണ്ട്. ദുഷ്യന്ത് ആചാര്യയുടെ ശിഷ്യനായിരുന്നു വസുദേവ്. അവന്റെ കൂടെ തന്നെ അയാളുടെ ശിഷ്യത്വം സ്വീകരിച്ചിരുന്ന ദുഷ്യന്ത് ആചാര്യയുടെ മകനും ഉണ്ടായിരുന്നു. ആ മകന്റെ പേര് മാധവ് എന്നായിരുന്നു. എല്ലാത്തിലും ദുഷ്യന്ത് ആചാര്യയുടെ മകനായ മാധവനേക്കാളും മുന്നിലായിരുന്നു വസുദേവ്. സീതാദേവിയുടെ കഴുത്തിൽ ചാർത്തിയിടുന്ന മാല കവാടത്തിന്റെ മുകളിലേക്ക് എടുത്തെറിയണമെന്ന് പറഞ്ഞ് ദുഷ്യന്ത് ആചാര്യ വസുദേവന്റെ കയ്യിൽ ആ മാല കൊടുത്തുവരുന്നു. എന്നാൽ ആ മാല എറിഞ്ഞപ്പോൾ പോയി വീഴുന്നതാകട്ടെ ദുഷ്യന്ത് ആചാര്യയുടെ സുഹൃത്തിന്റെ മകളായ യശോദയുടെ കഴുത്തിലായിരുന്നു. അവിടെ നൃത്തം പഠിക്കാൻ വന്നതായിരുന്നു യശോദ. പതിയെ വസുദേവും യശോദയും പ്രണയത്തിലായി. എന്നാൽ യശോദയെ അവൾ അറിയാതെ മാധവും പ്രണയിക്കുന്നുണ്ടായിരുന്നു. ദുഷ്യന്തന്റെ അടുത്ത് നിന്നും മന്ത്രങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കെ മാധവന്റെ കണ്ണ് യശോദയിലേക്ക് പോവുകയും മന്ത്രങ്ങൾ ഉച്ചരിക്കുന്നതിൽ മാധവ് തെറ്റുവരുത്തുകയും ചെയ്തു. ദേഷ്യം വന്ന ദുഷ്യന്താചാര്യാകട്ടെ സ്വന്തം മകനെന്ന് പോലും നോക്കാതെ അവനെ ഒരുപാട് വഴക്ക് പറഞ്ഞു. അവനെ കളിയാക്കി. വസുദേവനെ കണ്ട് പഠിക്കാൻ പറയുന്നു. ഇതൊക്കെ കേട്ടിട്ട് യശോദ അവിടെ നിന്ന് ചിരിക്കുന്നു. തന്റെ അച്ഛൻ തന്നെ വഴക്ക് പറയുന്നതും കളിയാക്കുന്നതും കേട്ട് യശോദ കൂടി ചിരിക്കുന്ന കണ്ടപ്പോൾ മാധവന് സഹിച്ചില്ല. തങ്ങളുടെ കുടുംബത്തിന്റെ ധർമ്മം എന്താണെന്ന് ദുഷ്യന്താചാരി മാധവന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. വധുസുധർ എന്ന് പറയുന്ന രാക്ഷസനെ ഇവിടേക്ക് തിരിച്ചു കൊണ്ടുവരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. വർഷങ്ങൾക്ക് മുമ്പ് വനത്തിൽ ജീവിച്ചിരുന്ന ഒരു സമുദായത്തിൽപ്പെട്ട ആൾക്കാര് മന്ത്രങ്ങൾ തിരിച്ചുച്ചരിച്ചുകൊണ്ട് വധുസുധരനെ വീണ്ടും കൊണ്ടുവരാൻ ശ്രമിച്ചിരുന്നു. വധുസുധരനെ ആരാണ് ഉണർത്തുന്നത്? അയാൾ ആഗ്രഹിക്കുന്ന എന്തും വധുസുധർ സാധിച്ചു കൊടുക്കും. പക്ഷെ അയാളുടെ അടിമയായിട്ട് എന്നും വധുസുധരന്റെ കീഴിൽ ആ വ്യക്തിക്ക് നിൽക്കേണ്ടതായി വരികയും ചെയ്യും. അതുകൊണ്ട് മന്ത്രങ്ങൾ തെറ്റായ രീതിയിൽ ഉച്ചരിക്കാൻ പാടില്ല. അത് റിവേഴ്സായിട്ട് ഉച്ചരിച്ചാലും വധുസുധരനെ ഉണർത്താൻ സാധിക്കും. അവിടെ ഒരുതരം യന്ത്രം ഉണ്ടായിരുന്നു. ആ യന്ത്രത്തിലൂടെ ഇതിനു മുമ്പ് അവിടുത്തെ ആചാര്യന്മാര് ഉച്ചരിച്ചിരുന്ന മന്ത്രങ്ങളെല്ലാം റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആ യന്ത്രം തിരിക്കുന്ന ഒരു കീ ഉണ്ട്. ആ കീ തിരിച്ച് ആ യന്ത്രം പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അതിലൂടെ മന്ത്രങ്ങൾ പുറത്തേക്ക് കേട്ടുകൊണ്ടേയിരിക്കും. ഈ മന്ത്രങ്ങൾ വധുസുധരന്റെ സമാധിയിൽ വരെ എത്തുമെന്നാണ് ദുഷ്യന്താചാര്യ പറയുന്നത്. എന്നും സൂര്യാസ്തമയത്തിന് ശേഷം അയാൾ ഇത് പ്രവർത്തിപ്പിക്കും. സൂര്യോദയത്തോടുകൂടി ഇത് ഓഫാക്കുകയും ചെയ്യും. ഇത് എത്ര കാലം ഇങ്ങനെ ഓണാക്കുകയും ഓഫാക്കുകയും ചെയ്യണമെന്ന് ചോദിക്കുമ്പോൾ ദുഷ്യന്ത് പറയുന്നുണ്ട് വധുസുധരനെ ആ സമാധിയിലാക്കിയ ശേഷമുള്ള 36,000 പൗർണമി രാത്രിക്കുള്ളിൽ 13 നവവധുക്കളെ ബലി കൊടുത്തെങ്കിൽ മാത്രമേ വധുസുധരനെ വീണ്ടും പുനർജീവിപ്പിക്കാൻ സാധിക്കൂ. അതുകൊണ്ട് അത്രയും പൗർണമി രാത്രിക്കുള്ളിൽ അയാളെ ആരും പുനർജീവിപ്പിച്ചില്ലെങ്കിൽ പിന്നൊരിക്കലും അയാൾക്ക് പുറത്തു വരാൻ സാധിക്കില്ല. ഇവിടെ മാധവ് അറിയുന്നുണ്ടായിരുന്നില്ല വസുദേവും യശോദയും പ്രണയിക്കുന്നുണ്ടെന്ന്. അവിടെ നടന്നൊരു ഫംഗ്ഷനിൽ യശോദ നൃത്തം ചെയ്യുന്നു. ആ നൃത്തത്തിന്റെ അവസാനം യശോദ കാൽവഴുതി വീഴാൻ തുടങ്ങിയതും വസുദേവ് അവളെ പോയി പിടിക്കുന്നു. അവർ രണ്ടുപേരും കെട്ടിപ്പിടിച്ചു നിൽക്കുന്നത് കണ്ട് മാധവന് ദേഷ്യം വരുന്നു. എന്നാൽ ദുഷ്യന്തന് ഇവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് അറിയാമായിരുന്നു. അയാൾ എല്ലാവരോടും പറയുന്നുണ്ട് തന്റെ ഉറ്റ സുഹൃത്തിന്റെ മകൾ യശോദയുടെയും തന്റെ ശിഷ്യൻ വസുദേവിന്റെയും വിവാഹം ഉടനെ തന്നെ നടത്തുമെന്ന്. അത് കേട്ട് മാധവന് ദേഷ്യം വരുന്നു. യശോദയെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് അന്ന് രാത്രി ആരും അറിയാതെ മാധവ് പോയി ആ പൂജാ റൂമിലുണ്ടായിരുന്ന യന്ത്രത്തിന്റെ താക്കോൽ നശിപ്പിക്കുന്നു. ആ മന്ത്രങ്ങളെല്ലാം റിവേഴ്സ് ഓർഡറിൽ ഉച്ചരിക്കുന്ന രീതിയിൽ മാധവ് ആക്കി വെക്കുന്നു. മന്ത്രങ്ങൾ തിരിഞ്ഞു കേൾക്കുന്നത് കേട്ടിട്ട് ആകെ പേടിയോടുകൂടി ദുഷ്യന്ത് അവിടേക്ക് ചെല്ലുമ്പോഴാണ് തന്റെ മകൻ ചെയ്ത തെറ്റ് അയാൾ മനസ്സിലാക്കുന്നത്. നീ എന്തിനത് ചെയ്തെന്ന് ചോദിക്കുമ്പോൾ തനിക്ക് യശോദയെ വേണോന്ന് പറയുന്നു. അച്ഛൻ എന്നെക്കാളും സ്നേഹിക്കുന്നത് അച്ഛന്റെ ശിഷ്യനെയാണ്. യശോദയെങ്കിലും എനിക്ക് കിട്ടിയെങ്കിലേ പറ്റൂ. അതുകൊണ്ട് ഞാൻ വധുസുധരനെ വീണ്ടും പുനർജീവിപ്പിക്കാൻ പോവുകയാണെന്നും വധുസുധർ എനിക്ക് വരം തരുമെന്നുമാണ് മാധവ് പറയുന്നത്. ആ മന്ത്രങ്ങൾ തിരിച്ചുച്ചരിച്ചതിലൂടെ വധുസുധരന്റെ കൺട്രോളിലേക്ക് മാധവ് പോവുകയായിരുന്നു. എന്നാൽ ഇതൊന്നും മനസ്സിലാക്കാതെ ദുഷ്യന്താകട്ടെ എങ്ങനെയെങ്കിലും യശോദയെ തന്റെ മകൻ മാധവന് തന്നെ വിവാഹം കഴിപ്പിച്ചു കൊടുക്കാനുള്ള ശ്രമത്തിലായിരുന്നു. അതിനുവേണ്ടിയിട്ട് വസുദേവനോട് അയാൾ സംസാരിക്കുന്നു. എന്റെ ശിഷ്യൻ
ശിഷ്യനായി നീ എനിക്ക് ഗുരുദക്ഷിണ തരുന്നില്ലെന്ന് ചോദിക്കുമ്പോൾ അങ്ങ് എന്ത് വേണമെങ്കിലും ചോദിച്ചോ എന്നാണ് വസുദേവ് അയാളോട് പറഞ്ഞത്. എന്നാൽ ദുഷ്യന്ത് വസുദേവനോട് ചോദിക്കുന്നത് നീ യശോദയെ മറക്കണമെന്നും മാധവന് വേണ്ടി യശോദയെ വിട്ടുതരണമെന്നുമാണ്. തന്റെ ഗുരു ചോദിച്ച ആ ആഗ്രഹം നിഷേധിക്കാൻ വസുദേവന് സാധിച്ചില്ല. അയാൾ യശോദയിൽ നിന്നും അകലാൻ ശ്രമിച്ചു. വിവാഹത്തിന്റെ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായിരുന്ന സമയത്ത് വസുദേവ് തന്നെ ചതിച്ചിട്ട് പോയെന്ന് പറഞ്ഞുകൊണ്ട് കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു യശോദ. അയാൾക്ക് വേണ്ടിയിരുന്നത് എന്റെ ശരീരം മാത്രമായിരുന്നു. അത് കിട്ടിക്കഴിഞ്ഞപ്പോൾ എന്നെ വിവാഹം കഴിക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞു. ആ അവസരം മുതലെടുത്ത് ദുഷ്യന്ത് അവളോട് പറയുന്നുണ്ട്, നിന്റെ അച്ഛനും കൂട്ടരും വിവാഹത്തിന് വേണ്ടിയിട്ട് ഇവിടേക്ക് വരാനിരിക്കുകയാണ്. അവരോട് ഞാൻ നീ എന്ത് പറയും? ഒരു കാര്യം ചെയ്, നീ എന്റെ മകനെ തന്നെ വിവാഹം കഴിക്ക്, അതാ നല്ലത്. ഒടുവിൽ ദുഷ്യന്ത് പറഞ്ഞു കേട്ടിട്ട് യശോദ മാധവനെ വിവാഹം കഴിക്കുന്നു. ഇതെല്ലാം കണ്ട് നിസ്സഹായനായി നോക്കി നിൽക്കുകയായിരുന്നു വസുദേവ്. യശോദയുടെയും മാധവന്റെയും ആദ്യ രാത്രി കഴിഞ്ഞു. ഒരു ദിവസം രാത്രിയിൽ യശോദ നോക്കുമ്പോൾ മാധവനെ അടുത്ത് കാണുന്നില്ല. എവിടെ നിന്നോ ഒരു ബഹളവും കേൾക്കുന്നു. പൂജാമുറിയുടെ അടുത്തേക്ക് പോയ യശോദ കാണുന്നത് വവ്വാൽ രൂപിയായി മാറിയിരിക്കുന്ന മാധവനെയാണ്. അവൻ വധുസുധരന്റെ അടിമയായി മാറിയിട്ടുണ്ടായിരുന്നു. വധുസുധരന്റെ ആ ശക്തിയിൽ നിന്നും അവനെ മോചിപ്പിക്കാൻ ദുഷ്യന്താചാര്യ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. എന്നാൽ ഇതെല്ലാം കണ്ട് പേടിച്ചോടിയ യശോദ ചെന്നെത്തുന്നതാകട്ടെ വസുദേവന്റെ അടുത്തേക്കാണ്. അവൾ കൊടുത്ത മോതിരം അവിടേക്ക് തിരിച്ചറിഞ്ഞു കൊടുക്കാൻ വേണ്ടി വന്നതായിരുന്നു വസുദേവ്. യശോദയുടെ അവസ്ഥ കണ്ടിട്ട് വസുദേവ് അവളെയും കൂട്ടി അവിടെ നിന്നും രക്ഷപ്പെട്ടു പോയി. പക്ഷെ പിന്നീടാണ് മനസ്സിലായത് യശോദ മാധവന്റെ കുഞ്ഞിനെ ഗർഭം ധരിച്ചിരിക്കുകയാണെന്ന്. എന്നാൽ ആ കുഞ്ഞിനെ സ്വന്തം മകനായിട്ട് വളർത്താൻ വസുദേവ് തീരുമാനിച്ചു. ആ കുഞ്ഞായിരുന്നു അർജുൻ. അതിനുശേഷം വസുദേവിന് യശോദയിൽ ജനിച്ച കുട്ടിയാണ് മീര. ദുഷ്യന്താചാര്യക്ക് തന്റെ മകൻ മാധവനെ എങ്ങനെയെങ്കിലും വധുസുധരന്റെ ആ ശാപത്തിൽ നിന്ന് രക്ഷിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. മംഗൽപൂരില് വിവാഹമൊന്നും നടക്കത്തില്ല എന്ന് അയാൾക്ക് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ അയാള് എല്ലാ ജനങ്ങളെയും വിശ്വസിപ്പിച്ചു ഇവിടെ ഇപ്പോൾ ഒരു പ്രശ്നവുമില്ലെന്നും എല്ലാം ഓക്കെയാണെന്നും. എന്നാൽ അയാൾ ഉദ്ദേശിച്ച പോലെ അവിടെ അധികം വിവാഹങ്ങളൊന്നും നടന്നില്ല. അയാൾക്ക് ഒരു നവവധുവിനെ കൂടി ബലി കൊടുക്കാൻ ആവശ്യമുണ്ടായിരുന്നു. ആരും അവിടെ വിവാഹം നടത്തുന്നില്ല എന്ന് കണ്ടതോടുകൂടി അയാൾ തന്റെ മരണം ഫേക്ക് ആയിട്ട് ക്രിയേറ്റ് ചെയ്തു. കാരണം അയാൾക്കറിയാമായിരുന്നു മീരയുടെ വിവാഹം നടക്കാനിരിക്കുകയാണെന്ന്. തന്റെ മരണവാർത്ത അറിഞ്ഞിട്ട് അവർ ഇവിടേക്ക് വരുമെന്നും ഇവിടെ വെച്ച് ചിലപ്പോൾ വിവാഹം നടത്തുമെന്നും അയാൾക്കറിയാമായിരുന്നു. അതുകൊണ്ട് ഇതെല്ലാം അയാൾ പ്ലാൻ ചെയ്തതാണ്. മീരയുടെ വിവാഹം ഇവിടെ വെച്ച് നടക്കുകയാണെങ്കിൽ അവളെ വധുസുധരന് ബലി കൊടുക്കാൻ വേണ്ടി. അതുകൊണ്ട് ഇനി ഒരു വഴി മാത്രമേ ഉള്ളൂ. രാത്രിയിൽ വിവാഹം നടത്താൻ പാടില്ല, ഉച്ചയ്ക്ക് തന്നെ നടത്തണം. അതിനുശേഷം നിങ്ങൾ ഇവിടെ നിന്ന് പോകണം. കാരണം ആ 36,000 പൗർണമി രാത്രിയിൽ ഇനി 2 പൗർണമി രാത്രി കൂടി ബാക്കിയുണ്ട്. ഈ 2 പൗർണമിക്കുള്ളിൽ വധുസുധരനെ പുനർജീവിപ്പിച്ചില്ലെങ്കിൽ ഇനി ഒരിക്കലും അയാളെ പുനർജീവിപ്പിക്കാൻ സാധിക്കില്ല. തന്റെ മകൻ മാധവനെ ദുഷ്യന്തന് ആ വധുസുധരന്റെ ശാപത്തിൽ നിന്ന് രക്ഷിക്കാനും സാധിക്കില്ല. ഗുരുജി പറഞ്ഞ പ്രകാരം ഉച്ചയ്ക്ക് തന്നെയായിരുന്നു അർജുൻ മുഹൂർത്തം സെറ്റ് ചെയ്തത്. എന്നാൽ രാഹുലിന്റെ വീട്ടുകാർക്കും രാഹുലിന്റെ ഗുരുജിക്കും അത് ഇഷ്ടപ്പെട്ടില്ല. താൻ പറഞ്ഞ 8 മണിക്ക് തന്നെ വിവാഹം നടത്തിയില്ലെങ്കിൽ തന്നെ അപമാനിക്കുന്നതിന് തുല്യമാണെന്ന് അയാൾ പറഞ്ഞു. അതോടുകൂടി 2 വീട്ടുകാരും തമ്മിൽ തർക്കത്തിലായി. രാത്രിയിൽ വിവാഹം നടത്തിയില്ലെങ്കിൽ ഈ വിവാഹമേ നടക്കില്ല എന്ന് പറഞ്ഞിട്ട് രാഹുലിന്റെ വീട്ടുകാർ പോകാൻ തുടങ്ങി. ഈ വിവാഹം നടന്നില്ലെങ്കിൽ താൻ ഇനി ഒരിക്കലും വിവാഹം കഴിക്കില്ല എന്ന് പറഞ്ഞിട്ട് മീരയും കടുംപിടുത്തത്തിലായിരുന്നു. ഇവരോടൊന്നും സത്യങ്ങൾ തുറന്നു പറയാനും വയ്യാത്ത അവസ്ഥയായിരുന്നു അർജുനും അവന്റെ അച്ഛനും. അതുകൊണ്ട് വേറെ നിവൃത്തിയില്ലാതെ രാഹുലിന്റെ കുടുംബം പറഞ്ഞ പോലെ തന്നെ രാത്രിയിൽ വിവാഹം നടത്താൻ അവർ തീരുമാനിച്ചു. പക്ഷെ ഒരു ഭാഗവും ഇരുട്ടിലാകാതിരിക്കാൻ വേണ്ടിയിട്ട് അവർ എല്ലായിടത്തും ദീപങ്ങൾ തെളിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. കൂടാതെ ജനറേറ്റർ ഫുൾ ടൈം പ്രവർത്തിച്ചുകൊണ്ടിരിക്കണമെന്ന് ജഗദീഷ് തന്റെ ഒരാളോട് പറഞ്ഞിട്ട് ഒരാളെ അവിടെ ഇരുത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ വിവാഹമെല്ലാം രാത്രിയിൽ മംഗളകരമായിട്ട് നടന്നു. പക്ഷേ ആ സമയം വധുസുധരന്റെ വശീകരണത്തിലുണ്ടായിരുന്ന ആ സുന്ദർന്ന് പറഞ്ഞ ഇലക്ട്രീഷ്യനാകട്ടെ ജനറേറ്റർ റൂമിന്റെ കാവലായിട്ടിരുന്ന ആളുടെ തലക്കടിച്ച് അയാളെ ബോധം കെടുത്തിയ ശേഷം ജനറേറ്റർ ഓഫ് ആക്കുന്നു. അവിടെയെല്ലാം ഇരുട്ട് പരന്നു. വലിയ കാറ്റടിക്കാൻ ആരംഭിച്ചു. ദീപങ്ങളെല്ലാം അണയാൻ തുടങ്ങി. വധുസുധരന്റെ ശാപത്തിൽ കിടക്കുന്ന മാധവെന്ന ആ വവ്വാൽ രൂപി എപ്പോ വേണമെങ്കിലും ഇവിടേക്ക് വരാമെന്ന് അർജുൻ അറിയാമായിരുന്നു. മീരയെ സേഫായിട്ട് ഒരു റൂമിലിരുത്തി അവിടെ ഒരു എമർജൻസി ലാമ്പ് കൂടി കത്തിച്ചു വെച്ചിട്ടാണ് അർജുൻ പുറത്തേക്ക് ഇറങ്ങുന്നത്. എല്ലാവരോടും തൽക്കാലം അവരവരുടെ റൂമിലേക്ക് പോകാൻ പറയുന്നു. അവരുടെ എല്ലാം റൂം പുറത്തു നിന്ന് അർജുൻ പൂട്ടിയിട്ടുണ്ടായിരുന്നു. എന്നാൽ മീരയാകട്ടെ തന്റെ റൂമിനുള്ളിൽ എവിടെയോ ഒരു അനക്കം കേട്ട് പതിയെ ഇരുട്ടുള്ള ഭാഗത്തേക്ക് പോകുന്നു. ആ സമയം അവളെ ആ ഇരുട്ടിലൂടെ വന്ന് ആ വവ്വാൽ രൂപിയായ മാധവ് പിടിച്ചുകൊണ്ടു പോകുന്നു. മീരയെ എവിടേക്കാ കൊണ്ടുപോയിരിക്കുന്നതെന്ന് അർജുൻ അറിയാമായിരുന്നു. വധുസുധരന്റെ ആ അമ്പലത്തിനുള്ളിലേക്കാണ് അർജുൻ മീരയെ തേടി പോകുന്നത്. അവിടെ എത്തുമ്പോൾ ഓൾറെഡി ഇവർ ബലി കൊടുത്തിരുന്ന 12 നവവധുക്കളെ അർജുൻ കാണുന്നുണ്ട്. 13ാമതായിട്ട് മീരയെ ബലി കൊടുക്കാൻ അവർ അവിടെ പൂജ നടത്തിക്കൊണ്ടിരുന്നതാണ്. എന്നാൽ അവിടെ എത്തി മീരയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ആ വവ്വാൽ രൂപിയായ മാധവുമായിട്ടാണ് അർജുൻ ഫൈറ്റ് ചെയ്യുന്നത്. പക്ഷെ അർജുന് അധികനേരം പിടിച്ചു നിൽക്കാൻ സാധിച്ചില്ല. അവൻ അവശ നിലയിലായി. വധുസുധരന് പതിയെ പതിയെ ജീവൻ വയ്ക്കാൻ ആരംഭിക്കുകയായിരുന്നു. എന്നാൽ ആ സമയം അർജുന്റെ അച്ഛനും ആ ഗുരുജിയും ചേർന്നിട്ട് ആ പൂജാ റൂം തകർത്തിട്ട് അതിനുള്ളിലുണ്ടായിരുന്ന മന്ത്രങ്ങൾ കേൾക്കുന്ന ആ യന്ത്രം പ്രവർത്തിപ്പിക്കാൻ ആരംഭിച്ചു. ആ മന്ത്രങ്ങൾ അവിടെ നിന്നും കാട്ടിലേക്കെത്തി. വധുസുധരന്റെ ആ അമ്പലത്തിന് ചുറ്റും മന്ത്രങ്ങൾ കേൾക്കാൻ ആരംഭിച്ചു. അതോടുകൂടി വധുസുധരന് വീണ്ടും പുനർജീവിക്കാൻ സാധിക്കാതെയായി. ആ അവസരം മുതലെടുത്ത് ഭൂമിയിലേക്ക് ആഴ്ന്നിരുന്ന ആ അപ്സരത്തിന്റെ വൃക്ഷത്തിന്റെ കൈകളുണ്ടായിരുന്നല്ലോ, അതിലൊന്ന് ഒടിച്ചെടുത്ത് അതുപയോഗിച്ച് ആ വവ്വാൽ രൂപിയായ മാധവനെ അർജുൻ കൊല്ലുന്നു. മീരയെ കൊല്ലാൻ ശ്രമിച്ചുകൊണ്ടിരുന്ന തന്റെ ഗ്രാൻഡ് ഫാദർ ദുഷ്യന്തനെയും അർജുൻ കൊന്നു. മീരയ്ക്ക് ഇവിടെ എന്തൊക്കെയോ സംഭവിച്ചെന്ന് മനസ്സിലായില്ല. എന്നാൽ ഇവിടെ നടന്ന കാര്യങ്ങളൊന്നും നീ പുറത്ത് ആരോടും പറയണ്ടെന്നും പറഞ്ഞിട്ട് എങ്ങനെയൊക്കെയോ അർജുൻ അവളെ അവിടെ നിന്നും രക്ഷപ്പെടുത്തിക്കൊണ്ടുവരുന്നു. പിറ്റേന്ന് രാവിലെ അവരെ എല്ലാവരെയും അവിടെ നിന്നും അർജുൻ യാത്ര അയക്കുന്നു. ആ രാഹുലിന്റെ വീട്ടുകാർ കൊണ്ടുവന്ന ഗുരുജിക്കിട്ട് നല്ല അടിയും കൊടുത്തിട്ടാണ് അർജുൻ പറഞ്ഞു വിടുന്നത്. ഇനി ജാതകത്തിൽ ഓരോ കുഴപ്പങ്ങളുണ്ടെന്ന് പറഞ്ഞിട്ട് ഓരോ പൂജയും കർമ്മങ്ങളും
കർമ്മങ്ങളും ചെയ്യണം, ആ സമയത്തെ വിവാഹം നടത്താൻ പറ്റൂന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ആരോടും ഇങ്ങനെ വഴക്കിടരുതെന്ന് പറഞ്ഞ് വിവാഹത്തിൽ പങ്കെടുക്കാൻ വന്ന പ്രിയയും അവിടെ നിന്ന് പോകാൻ തുടങ്ങിയായിരുന്നു. എന്നാൽ ഞാൻ നിന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞതിന് മറുപടിയൊന്നും നീ പറഞ്ഞില്ലല്ലോ എന്ന് പ്രിയയോട് അർജുൻ ചോദിക്കുന്നു. നീ എപ്പോഴും എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞെന്ന് പ്രിയ ചോദിക്കുന്നുണ്ട്. ഇവളെന്താ ഒന്നും അറിയാത്ത പോലെ സംസാരിക്കുന്നതെന്ന് അർജുൻ ചിന്തിക്കുകയായിരുന്നു. എന്നാൽ ആ സമയം പ്രിയ പറയുന്നുണ്ട്, എന്റെ വിവാഹമൊക്കെ ഓൾറെഡി കഴിഞ്ഞതാ, ഇല്ലായിരുന്നെങ്കിൽ വേണമെങ്കിൽ ഞാൻ നിന്നെ നോക്കിയേനെന്ന്. ഞാൻ നിന്നോട് ആദ്യമേ കള്ളമാ പറഞ്ഞത്. ഞാനിവിടേക്ക് ഒരു ബുക്ക് എഴുതാനൊന്നും വന്നതല്ല, എന്റെ കാണാതായ ഇരട്ട സഹോദരിയെ തേടി വന്നതാ. വിവാഹം കഴിഞ്ഞ ശേഷം അവളെ ഇവിടെ നിന്നും മിസ്സിംഗ് ആയതാണ്. എന്നിട്ട് അവളുടെ ഫോട്ടോയും പ്രിയ അവനെ കാണിക്കുന്നു. പ്രിയയെപ്പോലെ തന്നെ ഇരിക്കുന്ന സാരി എടുത്തൊരു പെൺകുട്ടി. പിന്നെ കാണാമെന്ന് പറഞ്ഞിട്ട് പ്രിയ അവിടെ നിന്നും പോയി. ആ സമയം സംശയം തോന്നിയ അർജുനാകട്ടെ തന്റെ വീഡിയോ ക്യാമറ എടുത്ത് ഓണാക്കി നോക്കുന്നു. അന്ന് കാട്ടിൽ വെച്ച് പ്രിയയുടെ കൂടെ എടുത്ത വീഡിയോസ് നോക്കുന്നു. അപ്പോഴാണ് അവന്റെ കാര്യം മനസ്സിലാകുന്നത്. വീഡിയോയില് ആ പെൺകുട്ടി പതിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. താൻ കണ്ടത് പ്രിയ ആയിരുന്നില്ല എന്നും പ്രിയയുടെ ഇരട്ട സഹോദരിയുടെ ആത്മാവിനെ ആയിരുന്നുവെന്നും അവന് മനസ്സിലായി. അതുകൊണ്ടാണ് താൻ അന്ന് അവളോട് പറഞ്ഞ കാര്യങ്ങളൊന്നും ഇപ്പോൾ പ്രിയക്ക് ഓർമ്മയില്ലാത്തത്. കാരണം അത് പ്രിയ ആയിരുന്നില്ല. ഈ കഥകളെല്ലാം തന്നെ റെയിൽവേ സ്റ്റേഷനിൽ വന്ന കുട്ടികളോട് അവിടെ ഇരുന്നൊരാൾ പറഞ്ഞുകൊണ്ടിരുന്നതല്ലേ. അയാളോട് ആ കുട്ടികൾ ചോദിക്കുന്നുണ്ട്, അർജുൻ എങ്ങനെയാണ് പ്രേതങ്ങളെ കാണാൻ സാധിച്ചതെന്ന്. ഒരു തവണ ഇലക്ട്രിക് ഷോക്ക് അടിച്ച് അവൻ കുറച്ചു നേരത്തേക്ക് മരിച്ചുപോയതായിരുന്നില്ലേ, വീണ്ടും അവന് ജീവൻ തിരിച്ചു കിട്ടിയിരുന്നല്ലോ. അതുകൊണ്ടാണ് അവൻ അതിനുശേഷം പ്രേതങ്ങളെ കാണാൻ സാധിച്ചത്. ആ സംഭവത്തിന് ശേഷം എല്ലാവരും ലണ്ടനിലേക്ക് പോയി. എന്നാൽ അർജുൻ മാത്രം അപ്പോഴും ആ നാട്ടിൽ തുടർന്നു. ശാപം കിട്ടിയ തന്റെ അച്ഛൻ മാധവന്റെ ആത്മാവിന് മുക്തി നൽകാൻ വേണ്ടി കഴിഞ്ഞ 24 വർഷമായിട്ട് തന്റെ അച്ഛന്റെ ആത്മാവിന്റെ സമാധാനത്തിന് വേണ്ടിയിട്ട് പൂജകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അർജുൻ. ഒരു മകനെന്ന നിലയിൽ അർജുനെ കൊണ്ട് അത് മാത്രമേ ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അത് കേട്ടുകഴിഞ്ഞപ്പോഴേക്ക് ആ കുട്ടികൾ അവിടെ നിന്നും പോയി. അവരോട് ഇത്രയും കഥകൾ പറഞ്ഞുകൊണ്ടിരുന്നത് അതേ അർജുൻ തന്നെയായിരുന്നു. ഈ മൂവിയുടെ സ്റ്റോറി എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. എക്സ്പ്ലനേഷൻ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോയിലേക്ക് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.